എല്ലാവർക്കും നമസ്കാരം. റിഗ്രഷൻ അനാലിസിസ് എന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റിഗ്രഷൻ അനാലിസിസിൽ എക്സിൻ്റെയും വൈയുടെയും വിലകൾ തന്നാൽ എങ്ങനെ റിഗ്രഷൻ ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റും, അതുപോലെ എക്സിൻ്റെയും വൈയുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുകൾ തന്നാൽ അത് യൂസ് ചെയ്ത് എങ്ങനെ റിഗ്രഷൻ ഇക്വേഷനുകൾ ഫോം ചെയ്യാൻ പറ്റും, അതുപോലെ രണ്ട് റിഗ്രഷൻ ഇക്വേഷനുകൾ തന്നാൽ അതിലേതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ, ഏതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്, അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ രണ്ട് റിഗ്രഷൻ ഇക്വേഷനുകളിൽ നിന്ന് അരിത്തമെറ്റിക് മീൻ ഓഫ് എക്സ് ആൻഡ് വൈ, അതായത് എക്സ് ബാറും വൈ ബാറും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഇതിൻ്റെ മറ്റൊരു ടൈപ്പിലുള്ളൊരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അത് ഈ പ്രോബ്ലത്തിൽ രണ്ട് റിഗ്രഷൻ ഇക്വേഷനുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് റിഗ്രഷൻ ഇക്വേഷനുകളിൽ നിന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നാൽ വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. ഇപ്പം ഇങ്ങനെയുള്ളൊരു പ്രോബ്ലമാണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 9. എക്സിൻ്റെ വേരിയൻസ് തന്നിരിക്കുന്നു. ഇപ്പോൾ വേരിയൻസ് എന്നാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? വേരിയൻസിൻ്റെ റൂട്ട് കണ്ടാൽ മതി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു root of variance. That means standard deviation of x equal to root 9 equal to 3. That means sigma x is equal to 3. That's the meaning. So given variance of x is equal to 9 and regression equations are 8x minus 10y plus 66 equal to 0 and 40x minus 18y equal to 214. These are two regression equations. Then we are asked to find arithmetic mean of x and y, and secondly coefficient of correlation, and third one the standard deviation of y. That's our question. For given as variance of x is equal to 9, regression equations are 8x minus 10y plus 66 equal to 0 and 40x minus 18y equal to 214, or 40x minus 18y minus 214 equal to 0. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആക്കി വേണമെങ്കിൽ രണ്ട് ഇക്വേഷനും എഴുതാവുന്നതാണ്. യൂസിങ് ദീസ് ടു റിഗ്രഷൻ ഇക്വേഷൻസ് ഫൈൻഡ് അരിത്തമെറ്റിക് മീൻ, അത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ദെൻ ഫൈൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ദാറ്റ് മീൻസ് what is the value of sigma y? What is sigma y? For sigma x is
given as 3 or variance is 9, variance of x is 9, so standard deviation of x is 3. It's our question. So first of all we are going to find arithmetic mean of x and y, and we know that we can find x bar and y bar or arithmetic mean of x and y by solving those two regression equations. So first one is to find x bar and y bar. So we are going to solve these two regression equations. You can write the equations as 8x minus 10y equal to minus 66 as equation 1, and 40x minus 18y equal to 214 as equation 2. Equation 1 and equation 2. Here you are going to apply elimination method. Elimination method നമ്മൾ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ സെയിം ആക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച മെത്തേഡിലാണെങ്കിൽ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനെ 40 കൊണ്ടും സെക്കൻഡിനെ 8 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ രണ്ട് ഇക്വേഷൻ സെയിം ആകും. അതേസമയം ദിസ് ഇസ് 40x, ഇത് 40x ആണ്. അപ്പോൾ ഹിയർ ഇസ് 8x. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 8x ഇത് 40x എന്നായിട്ട് മാറും. നമുക്കിത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ആ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ 40 കിട്ടാനായിട്ട് ഫസ്റ്റ് ഇക്വേഷനെ ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റിനെ 40 കൊണ്ടും സെക്കൻഡിനെ 8 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിലും ആൻസർ കണ്ടുപിടിക്കാം. ദെൻ ഇക്വേഷൻ 1 × 5, equation 1 × 5, that is equal to, that gives 40x minus 50y equal to minus 330. This equation, a new equation, equation 3. And second equation, രണ്ടാമത്തെ ഇക്വേഷനെ അതേപടി തന്നെ എഴുതുക. 40x minus 18y is equal to 214. So, as equation 2. Then equation 3 minus equation 2. ഈ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക, കുറച്ചെഴുതുക. 40x minus 40x is 0. Minus 50y minus 18y is minus 32y minus 32y. That means minus 50y minus 18y. ഇതാണ് പ്രോസസ്സ്. മൈനസ് 50y നിന്ന് സബ്ട്രാക്ട് ചെയ്യുക minus 18y. That means minus 50y minus plus 18y is equal to minus 32y.
this way we get minus 32y. Is equal to minus 330 minus 214 is minus 544. Minus 330 minus 330 minus 214. That means minus 330 minus 214 is equal to minus 544. This way we get minus 32y is equal to minus 514 minus 32y is equal to minus 544. So y is equal to minus 544 by minus 32. Minus 544 by minus 32 is equal to 17. We get the value of y as 17. Then substitute this value y equal to 17 in equation 1. Substitute y is equal to 17 in equation 1. So 8x minus 10 into 17 is equal to minus 66. That means 8x minus 170. So 8x is equal to minus 66 plus 170. That means 8x is equal to 104. So x is equal to 104 by 8. So is equal to 13. X is equal to 13. Thus we get the value of x is equal to 13 and the value of y equal to 17. Thus we can conclude that the answer as x bar equal to 13, y bar is equal to 17. That is our first answer, arithmetic mean of x and y as x bar equal to 13, y bar is equal to 17. Then the second part is to find coefficient of correlation. So to find coefficient of correlation, first we have to identify the regression equations. Regression equation identify ചെയ്യുന്നു. രണ്ട് regression equation ഉണ്ട്. ഇതിൽ ഏതാണ് x on y, ഏതാണ് y on x എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അതേ പ്രൊസീജിയറാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ regression equation ഓഫ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ പ്രീവിയസ് മെത്തേഡ് അനുസരിച്ച് തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷനിൽ ഒരു ഇക്വേഷനെ എക്സ് ഓൺ വൈ ആയിട്ടും രണ്ടാമത്തേതിനെ വൈ ഓൺ എക്സ് ആയിട്ടും അസ്യൂം ചെയ്യുന്നു. അപ്പം ആ അസംഷനിൽ നിന്ന് ബി എക്സ് വൈയുടെയും ബി വൈ എക്സിൻ്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പം അങ്ങനെ ഇടുന്ന ബി എക്സ് വൈയും ബി വൈ എക്സും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ 1 1 കുറവാണെങ്കിൽ അസംഷൻ ട്രൂ ആണ്. അപ്പം അസംഷൻ ട്രൂ ആണെങ്കിൽ ആ ബി എക്സ് വൈയും ബി വൈ എക്സും യൂസ് ചെയ്ത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. ദാറ്റ്സ് അവർ മെത്തേഡ്. സോ ഫസ്റ്റ് we assume that the first one has x on y. The second one is to find the coefficient of correlation. So assume that 8x minus 10y plus 66 equal to 0 as regression equation of x on y. It means first equation as x on y. So 8x is equal to x equal to എന്ന ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് 8x is equal to minus 10y becomes plus 10y plus 66 becomes minus 66. So x is equal to 10y minus 66 divided by 8. That means x is equal to 10 by 8y minus 66 by 8. So the equation becomes x equal to form. So the coefficient of y, that means this 10 by 8, that is the value of bxy. Bxy is equal to 10 by 8. By assuming the first equation as x on y, then we assume the second one as y on x. Assume that 40x minus 18y equal to 214 as the regression equation of y on x. Y on x. Then minus 18y is equal to, not 18y, it's minus 18y because minus is here. So minus 18y is equal to this 40x becomes minus 40x plus 240, and 214 equal to symbol in the right side തന്നെയാണ്, plus symbol is here. So minus 18y is equal to minus 40x plus 214. So y is equal to minus 40x plus 214 divided by minus 18. This was minus 18. So 40 by 18. And that is equal to 400 by 144. 400 by 144, and that is equal to 2.77.
which is greater than 1. So our assumption is wrong. നമ്മുടെ assumption തെറ്റാണ്. bxy into byx 2.77 ആയതുകൊണ്ട്, അത് 1നേക്കാൾ കൂടുതലായതുകൊണ്ട് our assumption is wrong. assumption wrong ആയതുകൊണ്ട് ഫസ്റ്റ് വണ്ണ് എക്സ് ഓൺ വൈ അല്ല, അതിന് പറയുന്നത് വൈ ഓൺ എക്സ് ആണ്. സെക്കൻഡ് ആണ് എക്സ് ഓൺ വൈ, സെക്കൻഡ് വണ്ണാണ് എക്സ് ഓൺ വൈ. ഇപ്പോൾ അസംഷൻ റോങ് ആയതുകൊണ്ട് ഈ ബി എക്സ് വൈയും ബി വൈ എക്സും, അതിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ബി എക്സ് വൈയും ഈ ബി വൈ എക്സും യൂസ് ചെയ്ത് നമുക്കൊരിക്കലും കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ബി എക്സ് വൈയും ബി വൈ എക്സും കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആറിൻ്റെ കറക്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബി എക്സ് വൈയും ബി വൈ എക്സിനും പകരം നമ്മൾ പുതിയ ബി എക്സ് വൈയും ബി വൈ എക്സും കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അസംഷൻ റോങ് ആയിരുന്നുകൊണ്ട് 40x minus 18y equal to 214 is the regression equation of x on y. ഫസ്റ്റ് ആണ് എക്സ് ഓൺ വൈ നമ്മൾ എടുത്തു, പക്ഷേ ഫസ്റ്റ് അല്ലെന്ന് മനസ്സിലായി. സെക്കൻഡ് ആണ് എക്സ് ഓൺ വൈ. and first one 8x minus 10y plus 66 equal to 0 is the regression equation of y on x. Regression equation of y on x. So we find to find correct bxy and byx. കറക്റ്റ് ബി എക്സ് വൈ ആൻഡ് ബി വൈ എക്സ്. അപ്പം നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ അസംഷൻ റോങ് ആയിരുന്നുകൊണ്ട് ആ ബി എക്സ് വൈയും ബി വൈ എക്സും യാതൊരു കാരണവശാലും കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പുതിയ ബി എക്സ് വൈയും ബി വൈ എക്സും കണ്ടുപിടിച്ചതിന് ശേഷമാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 40x minus 18y equal to 214 is the regression equation of x on y. Therefore, so we can repeat here, 40x minus 18y equal to 214 is the regression equation of x on y. Therefore 40x is equal to minus 18y becomes plus 18y plus 214. The right side 214 under. So x is equal to 18y plus 214. 18y plus 214 by 40. So x is equal to 18y by 40 plus 240 by 40. So coefficient of y, that means 18 by 40, can be taken as the value of bxy. bxy is equal to 18 by 40. ഇതാണ് നമ്മുടെ കറക്റ്റ് ബി എക്സ് വൈ. മുമ്പത്തെ ബി എക്സ് വൈ അത്
ആക്ച്വൽ ബി എക്സ് വൈ അല്ല. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ബി എക്സ് വൈ കിട്ടിയിരിക്കുന്നത് 18/40. ഇനി കറക്റ്റായിട്ടുള്ള ബി വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, കറക്റ്റായിട്ടുള്ള ബി വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 8x minus 10y plus 66 equal to 0 is the regression equation of y on x. ഇതാണ് y on x. So minus 10y is equal to, ഇപ്പോൾ y is equal to എന്ന ഫോമിലേക്ക് മാറ്റുകയാണ്. minus 10y is equal to 8x becomes minus 8x plus 66 becomes minus 66. So y is equal to minus 8x minus 66 minus 8x minus 66 divided by minus 10, that is equal to minus 8 by minus 10 minus 66 by minus 10. Minus 8x by minus 10 minus 66 by minus 10. So minus 8x by minus 10 minus 66 by minus 10. So here coefficient of x in the codal term, that is b by x. So b by x is equal to minus 8 by minus 10 is equal to, so minus by minus plus. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ വേണം ചേഞ്ച് ചെയ്തിടാമായിരുന്നു. ഹിയർ ബി വൈ എക്സ് ഈക്വൽ ടു minus 8 by minus 10. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് minus 8 by minus 10, ദാറ്റ് മീൻസ് 8/10. അപ്പോൾ മൈനസും മൈനസോടെ ക്യാൻസൽ ആയിട്ടുണ്ട്. So in this way we find a correct bxy and byx. So correct bxy and byx. Then ഇനി നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ബി എക്സ് വൈയും ബി വൈ എക്സും മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ വാല്യൂ 1 കുറവാണെന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നേരത്തെ ആദ്യം എടുത്ത അസംഷൻ റോങ് ആയിരുന്നു. അപ്പോൾ അത്ര നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഏതാണ് സെക്കൻഡാണ് എക്സ് ഓൺ വൈ എന്നും ഫസ്റ്റ് വൈ ഓൺ എക്സ് ആണെന്നും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഐഡൻറ്റിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ കറക്റ്റ് ബി എക്സ് വൈയും ബി വൈ എക്സോടെ കിട്ടിയിരിക്കുകയാണ്. ഇത് നേരിട്ട് തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആറിൻ്റെ വാല്യൂവിലേക്ക് പോകാവുന്നതാണ്. So coefficient of correlation R is equal to root of bxy into byx, that is equal to root of 18/40 into 18/40 into 8/10, that is equal to root of 144/400. The root of 144/400 is root of 0.36 is equal to 0.6. ഈ രീതിയിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ തന്നാൽ
ഉടൻ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് പോകുന്നു. ബി എക്സ് വൈയും ബി വൈ എക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/1 കുറവാണെങ്കിൽ അസംഷൻ ട്രൂ ആണെന്ന് പറയുന്നു. അസംഷൻ ട്രൂ ആണെങ്കിൽ ആ ബി എക്സ് വൈയും ബി വൈ എക്സും യൂസ് ചെയ്ത് ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അസംഷൻ റോങ് ആണെങ്കിൽ നമ്മൾ ആദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റോങ് ആയിട്ടുള്ള അസംഷൻ വ്യത്യസ്തമായിട്ട് ഫസ്റ്റാണ് എക്സ് ഓൺ വൈ എന്ന് അസ്യൂം ചെയ്തതെങ്കിൽ അതിന് പകരം സെക്കൻഡ് ആണ് എക്സ് ഓൺ വൈ അസ്യൂം ചെയ്യേണ്ട കാര്യം, ഇനി അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല, അത് ഉറപ്പായി. സെക്കൻഡാണ് എക്സ് ഓൺ വൈ, ഫസ്റ്റാണ് വൈ ഓൺ എക്സ്. അപ്പോൾ നമ്മളതിൽ നിന്ന് കറക്റ്റ് ബി എക്സ് വൈയും ബി വൈ എക്സും കാൽക്കുലേറ്റ് ചെയ്യുന്നു. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആറിൻ്റെ വാല്യൂയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് 0.6. And the third part is to find standard deviation of y, that is sigma y. What is the value of sigma y? That's our question. So in third part we are given variance of x is equal to 9. Therefore, standard deviation of x is equal to √9 equal to 3. That means sigma x equal to 3. Then what is the value of sigma y? That's the question here. A variance is given. So we can find standard deviation of x. Then what is the value of standard deviation of y? Y യുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ, അതായത് സിഗ്മ എക്സ്, സിഗ്മ വൈ, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആറിൻ്റെ വാല്യൂ, ബി എക്സ് വൈ, ഇത്രയും വാല്യൂസ് ഉള്ളതുകൊണ്ട് ആ ബി എക്സ് വൈയുടെ ഫോർമുല യൂസ് ചെയ്താൽ ബി എക്സ് വൈ ഈസ് ഈക്വൽ ടു നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു ആർ ഇൻറ്റു സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. അപ്പോൾ ആ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. We have bxy is equal to r into sigma x by sigma y. bxy equal to r into sigma x by sigma y. But bxy means here we have correct bxy is there as 18/40. The correct bxy എഴുതാവുള്ളൂ. And that is equal to, we get the value of r as 0.6. Sigma x equal to 3 by sigma y. 18/40 equal to 0.6 into 3 divided by sigma y. Then we are going to apply cross multiplication rule. So cross multiplication rule apply. So 18 into sigma y.
is equal to 40 into 0.6 into 3, 18 into sigma y equal to 40 into 0.6 into 3. So sigma y is equal to 40 into 0.6 into 3 divided by this 18. into 0.6 into 3 by 18 is equal to 4. Answer of sigma y as 4. That means standard deviation of y is equal to 4. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് തന്നാൽ ഈ രീതിയിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 4. ഹിയർ വി ക്യാൻ യൂസ് ദി ഫോർമുല ഓഫ് ബി എക്സ് വൈ. അപ്പോൾ യൂസിങ് ദ ഫോർമുല ഓഫ് ബി വൈ എക്സ് ഓൾസോ വി ക്യാൻ ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഓർ സിഗ്മ വൈ. അപ്പോൾ ബി എക്സ് വൈയുടെയോ ബി വൈ എക്സിൻ്റെയോ ഇത് രണ്ടിൽ ഏതിൻ്റെയെങ്കിലും ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് സിഗ്മ വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച കുറേ സെക്ഷൻസിൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് റിഗ്രഷൻ ഇക്വേഷൻ തന്നാൽ റിഗ്രഷൻ ഇക്വേഷൻ സോൾവ് ചെയ്ത് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിഗ്രഷൻ ഇക്വേഷനെ ഐഡൻറ്റിഫൈ ചെയ്ത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നാൽ വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക യൂസിങ് ദ ഫോർമുല ഓഫ് ഐദർ ബി എക്സ് വൈ ഓർ ബി വൈ എക്സ്. അപ്പോൾ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഈ പ്രോബ്ലത്തിൽ ഉണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്ത് പഠിച്ചെങ്കിൽ പറഞ്ഞാൽ ഇതിൻ്റെ ആൻസറിലേക്ക് ഇത് വെറുതെ വായിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കൃത്യമായിട്ട് പല പ്രാവശ്യം എഴുതി നോക്കിക്കഴിയുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നതാണ്. ഇനി റിഗ്രഷൻ കോഎഫിഷ്യൻസ്. അപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യൻസിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ 5 മാർക്സിന് ചോദിച്ചിരിക്കുന്നതാണ്. ഇപ്പം എന്താണ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ്? റൈറ്റ് ദി പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻസ്. And when the question is write or explain the properties of regression coefficients, first we can define regression, definition of regression, then regression coefficients. So first write regression analysis. What is regression analysis? What is the meaning of regression analysis? Regression analysis means estimation or prediction of unknown value of one variable from known value of the other variable. And there are 2 regression equations and 2 regression coefficients. Bxy and Byx are known as regression coefficients. And write the formula of Bxy and Byx. അത്ര അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതുക. ഇപ്പം എന്താണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് എഴുതുക. അതുപോലെ ബി എക്സ് വൈയും ബി വൈ എക്സും റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണെന്ന് എഴുതുക. ബി എക്സ് വൈയുടെയും ബി വൈ എക്സിൻ്റെയും നമ്മൾ പഠിച്ച 2 ഫോർമുല ഭേദമുണ്ട്. ആ 2 ഫോർമുലകളും എഴുതുക.
അത്ര ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതുക. ദെൻ ദി പ്രോപ്പർട്ടീസ് ആർ ഗിവൺ ബിലോ എന്നെഴുതിട്ട് ഇനി പറയുന്ന പ്രോപ്പർട്ടി 1 പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകൾക്ക് രണ്ടിനും എല്ലായ്പ്പോഴും ഒരേ ചിഹ്നമായിരിക്കും. ദി സൈൻ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആർ ഓൾവേസ് സെയിം. രണ്ടിൻ്റെയും ചിഹ്നം ഒരുപോലെയാണ്. എന്ന് പറഞ്ഞാൽ BXY പോസിറ്റീവ് ആണെങ്കിൽ BYXും പോസിറ്റീവ് തന്നെ ആയിരിക്കും. BXY പോസിറ്റീവ് ആണെങ്കിൽ BYXും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി BXY നെഗറ്റീവ് ആണെങ്കിൽ BYXും നെഗറ്റീവ് ആയിരിക്കും. ഇപ്പം രണ്ടിനും ഒരേ ചിഹ്നമായിരിക്കും എന്നുള്ളതാണ്. രണ്ടിനും ഒരേ ചിഹ്നമാണെങ്കിൽ പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആറിനും ഇതിൻ്റെ രണ്ടിൻ്റെയും ചിഹ്നമായിരിക്കും. എന്ന് പറഞ്ഞാൽ BXYയും BYXും പോസിറ്റീവ് ആണെങ്കിൽ ആറും പോസിറ്റീവാണ്. BXYയും BYXും നെഗറ്റീവ് ആണെങ്കിൽ ആറും നെഗറ്റീവാണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. ദി ബോത്ത് റിഗ്രഷൻ കോഎഫിഷ്യൻസ് മസ്റ്റ് ഹാവ് ദി സെയിം സൈൻ. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട് തന്നെ ഇവിടെ സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആർ ഇറ്റ് ഈസ് ദി ജോമെട്രിക് മീൻ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻസ്. രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകളുടെ ജോമെട്രിക് മീനാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ബോത്ത് ആർ സെയിം സൈൻ, ഐദർ ബോത്ത് ആർ പോസിറ്റീവ് ഓർ ബോത്ത് ആർ നെഗറ്റീവ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് നെഗറ്റീവ്. Secondly, coefficient of correlation is the geometric mean of regression coefficients. പാർ എന്ന് പറയുന്നത് BXYയുടെയും BYXൻ്റെയും ജോമെട്രിക് മീനാണ്. രണ്ട് സംഖ്യകളുടെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകൾ റൂട്ടിനകത്ത് എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നതാണ് രണ്ട് സംഖ്യകളുടെ ജോമെട്രിക് മീൻ. ഇപ്പോൾ BXY and BYX, root of BXY into BYX. So coefficient of correlation R is equal to root of BXY into BYX. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ is the geometric mean of regression coefficients. Then third one, regression coefficients are not affected by change of origin. Change of origin. ഒറിജിൻ ചേഞ്ച് ചെയ്താൽ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിനെ ബാധിക്കുന്നില്ല. ഒറിജിൻ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് വാല്യൂസ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഡി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ സെലക്ടിങ് ആൻ അസ്യൂംഡ് മീൻ. എക്സിന് പകരം നമ്മൾ ഡി എക്സ്, ഹിയർ ഇൻ ദിസ് ചാപ്റ്റർ വി ഡിനോട്ട് ആസ് ഡി എക്സ്, എക്സിന് പകരം ഡി എക്സ് ഉപയോഗിക്കുക, വൈക്ക് പകരം ഡി വൈ യൂസ് ചെയ്യുക. If x and y are given, then dy can be taken as y minus b by choosing a b here as assumed mean. dy is equal to y minus b. That means ഇപ്പോൾ എക്സിന് പകരം ഡി എക്സ് ഉപയോഗിച്ച് ആൻസർ ചെയ്യുക, വൈക്ക് പകരം ഡി വൈ യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ ഫോമുലയിലേക്ക് വരികയാണെങ്കിൽ ആ ഫോമുല യൂസ് ചെയ്താലും നമ്മൾ പഴയ ആൻസർ തന്നെ എക്സും വൈയും ഉപയോഗിക്കുമ്പോൾ അതേ ആൻസർ തന്നെ കിട്ടുമെന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ ബട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് സ്കെയിൽ.
അഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് സ്കെയിൽ. ഇപ്പോൾ സ്കെയിലിൽ ചേഞ്ച് ചെയ്താൽ റിഗ്രഷൻ കോഎഫിഷ്യൻസിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്കെയിൽ ചേഞ്ച് ചെയ്തത്, അപ്പം നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയെ ഇപ്പോൾ കിലോഗ്രാമിൽ തന്നിരിക്കുന്ന ഡേറ്റയെ ഗ്രാമിലേക്ക് മാറ്റുക, അതിൻ്റെ സ്കെയില് ചേഞ്ച് ചെയ്യുക. അങ്ങനെ സ്കെയില് ചേഞ്ച് ചെയ്ത് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്താൽ അത് ആൻസറിനെ ബാധിക്കും എന്നുള്ളതാണ്. സോ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ ബട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് സ്കെയിൽ. ഇപ്പോൾ സ്കെയിൽ ചേഞ്ച് ചെയ്താൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് വൺ ഈസ് if one regression coefficient is greater than 1 or unity, ഇതിൽ ഒരെണ്ണം 1-നേക്കാൾ കൂടുതലാണ്, ഒന്നിൽ ബി എക്സ് വൈ 1-നേക്കാൾ കൂടുതലാണ്, then other must be less than 1. ഇതിലേതെങ്കിലും ഒരെണ്ണം 1-നേക്കാൾ കൂടുതലാണ്, ബി എക്സ് വൈ 1-നേക്കാൾ കൂടുതലാണെങ്കിൽ ബി വൈ എക്സ് മസ്റ്റായിട്ടും 1-നേക്കാൾ കുറവായിരിക്കണം, കുറവായിരിക്കും. ഇനി ബി വൈ എക്സ് ആണ് 1-നേക്കാൾ കൂടുതലെങ്കിൽ ബി എക്സ് വൈ 1-നേക്കാൾ കുറവായിരിക്കും എന്നുള്ളതാണ്. ദാറ്റ്സ് ദ ഫോർത്ത് പ്രോപ്പർട്ടി. വെൻ ദർ ഈസ് പെർഫെക്റ്റ് കോറിലേഷൻ, നിങ്ങൾ കോറിലേഷൻ പഠിച്ചാണ്, കോറിലേഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്കറിയാം, പെർഫെക്റ്റ് ആകുന്ന കേസിൽ ആറിൻ്റെ വാല്യൂ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഐദർ +1 ഓർ -1 ആണ്. കൃത്യം +1 കൃത്യം -1 കിട്ടുകയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 -1 ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആറിൻ്റെ വാല്യൂ. അപ്പോൾ ആറിൻ്റെ വാല്യൂ 1 ആകണമെങ്കിൽ ബി എക്സ് വൈയും ബി വൈ എക്സും ദേ ആർ റെസിപ്രോക്കൽസ് ഓഫ് ഈച്ച് അതർ. ഒന്നിൻ്റെ റെസിപ്രോക്കലാണ് മറ്റൊന്ന്. ഇപ്പോൾ ബി എക്സ് വൈയും ബി വൈ എക്സും ഇത് ആറിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടണമെങ്കിൽ ദറ്റ്സ് √1 എന്നാകണം. ഇപ്പോൾ ബി എക്സ് വൈയും ബി വൈ എക്സും തമ്മിൽ ഗുണിച്ചാൽ ഇത് 1 എന്ന് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ബി എക്സ് വൈയുടെ റെസിപ്രോക്കലായിരിക്കണം ബി വൈ എക്സ്, ബി എക്സ് വൈയുടെ റെസിപ്രോക്കലായിരിക്കണം. അതായത് നമ്മൾ വിൽക്രമം എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നു. 2/3 റെസിപ്രോക്കലാണ് 3/2. അപ്പോൾ ഇത് തമ്മിൽ ഗുണിച്ചാൽ എപ്പോഴും 3 3 ക്യാൻസൽ ആകും, 2 and 2, സോ ആൻസർ ഈസ് 1. ഇപ്പോൾ പെർഫെക്റ്റ് കോറിലേഷൻ വരുന്ന കേസിൽ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആറിൻ്റെ വാല്യൂ +1 -1 ആകുന്ന കേസിൽ ബി എക്സ് വൈയും ബി വൈ എക്സും റെസിപ്രോക്കൽസ് ആയിരിക്കും. ദേ ആർ റെസിപ്രോക്കൽസ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ ദീസ് ആർ ദി 5 പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻസ്. അത് ഈ എക്സാമിനേഷൻ പോയിന്റിൽ 5 മാർക്സിൻ്റെ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ 5 മാർക്സിൻ്റെ തിയറി ക്വസ്റ്റ്യൻ നമ്മൾ ഈ 1 2 3 4 5 എന്ന് മാത്രം ഇങ്ങനെ എഴുതി വെക്കരുത്. ഫസ്റ്റ് യു മസ്റ്റ് റൈറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ, വാട്ട് ഈസ് റിഗ്രഷൻ അനാലിസിസ് ഓർ വാട്ട് ഈസ് മീൻ ബൈ റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസിൻ്റെ ഡെഫിനേഷൻ എഴുതുക. ദെൻ 2 റിഗ്രഷൻ ഇക്വേഷൻ ഉള്ള കാര്യം പറയും. അപ്പോൾ 2 റിഗ്രഷൻ കോഎഫിഷ്യൻ്റുകൾ പറയുക. ബി എക്സ് വൈയും ബി വൈ എക്സുമാണ് 2 റിഗ്രഷൻ കോഎഫിഷ്യൻ്റുകൾ. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ഫോമുല, 2 ഫോമുലകൾ വീതമുണ്ട്. ആ 2 ഫോമുലകൾ എഴുതുക. ആ 2 ഫോമുലകൾ എഴുതി കഴിയുമ്പോൾ അത്രയും പാർട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായി. ദെൻ ദി പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആർ ഗിവൺ ബിലോ എന്ന് എഴുതിയിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് 1 by 1 ആയിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ പറഞ്ഞു റിഗ്രഷൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞു. 2 റിഗ്രഷൻ ഇക്വേഷനും 2 റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകൾക്കും ഒരേ ചിഹ്നമാണ്. അപ്പോൾ ബി എക്സ് വൈ പോസിറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സും പോസിറ്റീവാണ്, ബി എക്സ് വൈ നെഗറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സും നെഗറ്റീവാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് നമ്മൾ നേരത്തെ പഠിച്ച ഫോമുല തന്നെയാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ
എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകളുടെ ജോമെട്രിക് മീൻ ആണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ദി ജോമെട്രിക് മീൻ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻസ്. ആൻഡ് തേർഡ് വൺ ഈസ് regression coefficients are not affected by change of origin but affected by change of scale. Then if one of them is greater than 1, then other must be less than 1. ഒരു കോഎഫിഷ്യൻ്റ് 1നേക്കാൾ കൂടുതലാണെങ്കിൽ രണ്ടാമത്തേത് 1നേക്കാൾ കുറവായിരിക്കും. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് പെർഫെക്റ്റ് കോറിലേഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ +1 -1 ആകുന്നതാണ് പെർഫെക്റ്റ് കോറിലേഷൻ. പെർഫെക്റ്റ് കോറിലേഷൻ വരുന്ന കേസിൽ BXYയും BYXും പരസ്പരം റെസിപ്രോക്കൽസ് ആയിരിക്കും. അത് രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ദസ് വി ഹാവ് 5 പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻസ്. ഇപ്പോൾ നമ്മൾ റിഗ്രഷന് അനാലിസിസ്, റിഗ്രഷൻ ഇക്വേഷൻ ഫോം ചെയ്യാൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ, അരിത്തമെറ്റിക് മീൻ കാണാൻ, അതുപോലെ തന്നെ റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് തിയറി പോർഷൻസ് ആണുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.